പയ്യനടം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം. നൂറ്റാണ്ടുകളുടെ ഐതിഹ്യം പേറി പയ്യനടം ഗ്രാമത്തിന് എക്കാലവും കാവലും ഐശ്വര്യവുമായി നിലകൊള്ളുന്ന ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം വരും ദിവസങ്ങളിൽ ഭക്തിയുടെ പാരമ്യതയിൽ ലയിക്കും. അഭിഷ്ടവരദായിനിയും മോക്ഷപ്രദായിനിയുമായ ദേവിയുടെ സന്നിധിയിൽ ദിവ്യമായ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് വെള്ളിയാഴ്ച തുടക്കം കുറിക്കും. ഒക്ടോബർ 31 മുതൽ നവംബർ 9 വരെ 9 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന നവാഹയജ്ഞത്തിന് കേരളത്തിലെ പ്രമുഖ യജ്ഞാചാര്യനും ഭാഗവത പ്രഭാഷകനും ഗായക ശിരോമണിയുമായ ബ്രഹ്മശ്രീ തെക്കേടം നാഗരാജൻ നമ്പൂതിരി നേതൃത്വം നൽകും. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 ആചാര്യവർണ്ണത്തോടെ ക്ഷേത്രം മേൽശാന്തി മാധവ പള്ളിമന നീലകണ്ഠൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് ശ്രീമദ് ദേവി ഭാഗവത മഹാത്മ്യ പാരായണത്തോടെ യജ്ഞം ആരംഭിക്കും. ദിവസവും തുടർന്നുള്ള ഭാഗവത പാരായണം, ഭക്തി നിർഭര പ്രഭാഷണങ്ങൾ, വിശേഷാൽ പൂജകൾ എന്നിവ നടക്കും. നവാഹത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വിഭവസമൃദ്ധമായ അന്നദാനവും ഉണ്ടായിരിക്കും. സകല പാപങ്ങളെയും ദുരിതങ്ങളെയും അകറ്റി നാടിന് ശാന്തിയും സമൃദ്ധിയും നൽകാൻ നടത്തുന്ന നവാഹയജ്ഞത്തിൽ അമ്മയുടെ അനുഗ്രഹം നേടാൻ എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രം ഭാരവാഹികൾ ക്ഷണിക്കുന്നു. ദേവി ഭാഗവത നവാഹയജ്ഞം ഈ മാസം 31-ാം തീയതി വൈകുന്നേരം വെള്ളിയാഴ്ച ആരംഭിക്കുകയാണ്. ഇത് 9 ദിവസത്തെ പ്രോഗ്രാമാണ്. 31-ാം തീയതി മുതൽ 30-ാം തീയതി വെള്ളിയാഴ്ച മുതൽ നവംബർ 9-ാം തീയതി ഞായറാഴ്ച കൂടി നടത്തുന്നതാണ്. നാഗരാജൻ തിരുമേനി ആണ് നമ്മുടെ ഇതിൻ്റെ യജ്ഞാചാര്യൻ. പിന്നെ ദിവസവും രാവിലെ അതിൻ്റെ പ്രഭാഷണം, സഹസ്രനാമ ജപം, പ്രഭാഷണം, പിന്നെ വൈകുന്നേരങ്ങളിൽ ദിവസവും തേനിയും ഭഗവതോടൊപ്പമുള്ള പൂജകൾ ഉണ്ടായിരിക്കും. പിന്നെ ഭക്തജനങ്ങൾക്ക് സഞ്ചരിക്കുന്ന അന്നദാനം ഉള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ള ഭക്തജനങ്ങളെ, പയ്യനടം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഒക്ടോബർ 31 മുതൽ നവംബർ 9-ാം തീയതി വരെ ദേവീ മഹാത്മ്യം സപ്താഹം നടക്കുകയാണ്. ഈ തട്ടകത്തെ മുഴുവൻ ഭക്തജനങ്ങളും അതിൽ പങ്കാളികളാവുകയും അതേപോലെ തന്നെ മുഴുവൻ സഹായ സഹകരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യണം. അതേപോലെ തന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും 9 ദിവസം 1-ാം തീയതി മുതൽ 9 ദിവസം അന്നദാനം മറ്റു കാര്യങ്ങളുമായിട്ട് എല്ലാ വിപുലമായ ഒരു പരിപാടിയോടുകൂടിയാണ് നടത്തുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ക്ഷേത്രത്തിൽ നവാഹയജ്ഞം നടക്കുന്നത്. അതുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങൾ ഈ പരിപാടിയിൽ പങ്കാളികളാവണമെന്ന് ഒരിക്കൽ കൂടി ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. ശ്രീമദ് ദേവി ഭാഗവതം ദേവിയെ പ്രകീർത്തിക്കുന്ന പുണ്യഗ്രന്ഥമാണ്. ഇത് വായിച്ചു കേൾക്കുന്നത് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ദേവിയുടെ പ്രീതിയും അനുഗ്രഹവും നേടുന്നതിന് സഹായിക്കുന്നു. നവാഹയജ്ഞം പോലെയുള്ള മഹാകർമ്മങ്ങൾ ക്ഷേത്രത്തിലെ ഊർജത്തെയും ചൈതന്യത്തെയും വർദ്ധിപ്പിക്കുകയും ക്ഷേത്രത്തിന്റെ ശക്തി നിലനിർത്താൻ സഹായിക്കുകയും പാരായണം കേൾക്കുന്നത് ഭക്തരെ ആത്മീയമായി ഉയർത്തുകയും ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടാനും ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമായ മോക്ഷത്തിലേക്ക് എത്താനും സഹായിക്കുന്നുവെന്നാണ് വിശ്വാസം. ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം വെറുമൊരു ആരാധനാലയമല്ല, ഈ നാടിന്റെ ജീവനാണ്. അമ്മയുടെ തിരുമുമ്പിൽ നിന്ന് അനുഗ്രഹം വാങ്ങാതെ പയ്യനെടുത്തുകാർ ഒരു നല്ല കാര്യത്തിനും തുടക്കമിടാറില്ല. ഗ്രാമത്തിന്റെ എല്ലാ സുഖദുഃഖങ്ങളിലും അമ്മ ഒരു കാവൽ പോലെ കൂടെയുണ്ട്. ദേവിയുടെ ചൈതന്യം അടുത്തറിയാൻ ഈ നവാഹം എല്ലാ ഭക്തർക്കും അസുലഭ അവസരമായിരിക്കും നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, കുമരംപുത്തൂർ ന്യൂസ്.